അപ്പോൾ അതുകൊണ്ട് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഏത് പൊന്നു തമ്പുരാട്ടിയാണെന്നുണ്ടെങ്കിലും ഇതേ മീഡിയകളിലൂടെ തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് പറ്റുമെങ്കിൽ ആ ആളുടെ തിരുമുഖം കൂടി ഒന്ന് പ്രദർശിപ്പിച്ച ശേഷം. നമസ്കാരം. കണ്ടന്റ് ഉണ്ടാക്കി ഒരുത്തനെ കൊന്നു. ദീപകിന്റെ മരണത്തിന് ശേഷം ആ കണ്ടന്റ് ഉണ്ടാക്കിയ പെണ്ണുണ്ടല്ലോ, അവളെക്കുറിച്ച് പൊങ്കാലയാണ്. സോഷ്യൽ മീഡിയ മുഴുവൻ കൊന്നൊടുക്കുകയാണ്. നമുക്ക് കേട്ടാ തോന്നും ദീപകിന്റെ മരണത്തിലാണ്, അല്ലെങ്കിൽ ദീപകിന്റെ മരണം സംഭവിച്ചത് കൊണ്ടാണ് ആ പെണ്ണിനെ ഇങ്ങനെ പൊങ്കാലയ്ക്കിടുന്നത് എന്ന്. സത്യത്തിൽ അത് മാത്രമല്ല, ദീപകിന്റെ മരണം ഒരു കാരണമാണ്. കാരണം ഇവിടെ വനിതകൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാം ഉള്ളത്. പുരുഷന്മാർക്ക് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു തേങ്ങാ പിണ്ണാക്കും ഇല്ല ഇവിടെ. അവന്റെ സംരക്ഷണത്തിനൊന്നുമില്ല. ഇല ചെന്ന് മുള്ളിൽ വീണാലും, മുള്ളു ചെന്ന് ഇലയിൽ വീണാലും ഇന്ന് കേട് മുള്ളിനാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഗതികേട് കാരണം ശബ്ദിക്കാൻ ഇല്ലാതിരിക്കുന്ന ഈ സമയത്ത്, അല്ലെങ്കിൽ അവന്റെ ഭാഗത്തും ന്യായമുണ്ട്, അവനും സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അവൾ മാത്രം പോരാ എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗവും, സ്ത്രീ വിഭാഗവും, ഇവർ രണ്ടുപേർക്കും സംസാരിക്കാൻ ഇന്ന് വേദിയില്ല എന്നതാണ് വസ്തുത. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മണ്ടയിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വേദിയുണ്ട്. അവൾക്ക് വേണ്ടി എവിടെയും സംസാരിക്കാം, എങ്ങനെ സംസാരിക്കാം. ഒരു കോടതി ലക്ഷ്യവും വരില്ല, ഒരു കേസും വരില്ല, ഒന്നും വരില്ല. നേരെ മറിച്ച് പ്രതി പെണ്ണാണെന്നുണ്ടെങ്കിൽ പോലും അവളെക്കുറിച്ച് സംസാരിച്ച പ്രശ്നം. ഇവിടെ ഇപ്പോ ദീപകിനെ കൊന്ന, അല്ലെങ്കിൽ ദീപകിന്റെ മരണത്തിനിടയാക്കിയിട്ടുള്ള ഈ സംഭവം, ആ വീഡിയോ എടുത്ത് വൈറലാക്കിയ പെണ്ണ്, അവളിപ്പോ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അവൾ പരാതി കൊടുത്തതോടുകൂടി അവളിനെ ഒരു കൊലപാതക കേസിലെ പ്രതിയാണെങ്കിലും, അല്ലെങ്കിൽ ഈ കേസിൽ അവളെ കുറ്റവാളിയാക്കിയാലും, അവൾ കൊടുത്ത കേസിൽ അവൾ അതിജീവിത ആയതുകൊണ്ട് അവൾ സംരക്ഷിക്കപ്പെടും. എന്നാൽ ഒരു പുരുഷൻ അങ്ങനെയാണോ? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേരിൽ ഒരു കേസ് വന്നാൽ മതി, അത് സത്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു പരാതി ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ അതിനുശേഷം അവന്റെ ചിത്രമെടുത്ത് പ്രദർശിപ്പിച്ച് പിന്നെ അങ്ങോട്ട് പൊങ്കാലയിടല് തുടങ്ങും. ആ പൊങ്കാല കണ്ട് സഹിക്കാൻ വയ്യാതിരുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. അതിൽ ആണുമുണ്ട്, പെണ്ണുമുണ്ട്. അവരാണ് ഇന്ന് ഈ പെണ്ണിനെ പൊങ്കാലയിടുന്നത്. അത് കേവലം ഒരു പെണ്ണിനോടുള്ള ഒരു പ്രതിഷേധമല്ല. ഇവിടെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന, അതായത് അടിച്ചമർത്തപ്പെട്ട് നീതി ലഭിക്കാതെ നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ ശബ്ദം കൂടിയാണ്, അവരുടെ പ്രതികരണം കൂടിയാണ്. അത് കേവലം ഏതെങ്കിലും ഒരു പെണ്ണിന് നേരെയുള്ള ഒരു ശബ്ദമായി കണക്കാക്കേണ്ടതില്ല. ഇവിടുത്തെ നീതി സംവിധാനത്തിനെതിരെ, നിയമ സംവിധാനത്തിനെതിരെ അതല്ല ശരിക്കും നീതി. തുല്യനീതിയാണ് ഇവിടെ വേണ്ടത് എന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ട്, അതിനു പകരം നിങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലേ? എന്തിനൊരു പുരുഷ കമ്മീഷൻ എന്ന്? അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ നിങ്ങൾക്കും വനിതാ കമ്മീഷൻ വേണ്ടല്ലോ, നിങ്ങൾക്കും ഇതേ മനുഷ്യാവകാശ കമ്മീഷൻ പോരെ? അങ്ങനെ ചിന്തിച്ചാൽ പോരെ? അപ്പൊ അങ്ങനെയൊന്നും ചിന്തിച്ചാൽ പോരാ. ഇവിടെ ഇര അല്ലെങ്കിൽ പ്രതി രണ്ടായാലും ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് സംരക്ഷണം കിട്ടുമ്പോൾ, ഇവിടെ ഈ കേസിൽ നമുക്ക് കാണാം അവൾക്ക് വലിയൊരു സംരക്ഷണമാണ് ഒരുക്കുന്നത്. പോലീസ് കേസെടുത്തിട്ടില്ല, അസ്വാഭാവിക മരണത്തിന് ഒരു കേസെടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യ കുറിപ്പില് അതിന്റെ കാരണം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ കേസാവൂ. അങ്ങനെ ഒരു ലിഖിത നിയമം ഉണ്ടോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ആ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഇവിടെ പച്ചയ്ക്ക് അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്ന വീഡിയോ ഇപ്പൊ ഇല്ല. അപ്പൊ അക്കൗണ്ട് തന്നെ പൂട്ടിയെന്നോ എല്ലാം പ്രൈവറ്റ് ആക്കി വെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷെ പൂട്ടിയിട്ടുണ്ടാവും, കാര്യം വീട്ടുകാർ പ്രതികരിക്കുമല്ലോ. ഇത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവളെ ഇന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടുകാർ സ്വാഭാവികമായിട്ടും അവളെ സംരക്ഷിക്കും. അതുപോലെ അവളുടെ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ നോക്കും. അതൊക്കെ അതിന്റെ ഭാഗം. ഏതായാലും അത്തരത്തിലൊരു വീഡിയോ കണ്ടന്റ് വന്നതിന് ശേഷം പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് മെഴുകിയതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നത്. ആത്മഹത്യ ഈ വീഡിയോ കൊണ്ടാണ് എന്ന് മാത്രം വിചാരിക്കരുത്. കാര്യം ഈ കേസിൽ ഒരു ദൃശ്യം പുറത്തു വന്നു. അയാള് ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കഥ വേറെ ആയിരുന്നതിനെ പ്രചരിച്ചത്. അതായത് ഒരു പെണ്ണിനെ, ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരു പെണ്ണിനെ മാറിടത്തിൽ മുട്ടുകൊണ്ടിടിച്ച് ആ സുഖം അനുഭവിച്ച ഒരു ഞരമ്പ് രോഗി, ആ ഞരമ്പ് രോഗിയെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ഇന്ന് ഈ പെണ്ണിന്റെ മുഖമില്ലാത്ത മുഖവും ചില ചാനലുകളിലൊക്കെ, യൂട്യൂബ് ചാനലുകളൊക്കെ മുഖം തന്നെ കൊടുക്കുന്നുണ്ട്. ആ മുഖവും ദീപകിന്റെ മുഖം ഒക്കെ ഇന്ന് കാണുന്ന വിധത്തിലായിരിക്കില്ല അപ്പോൾ കാണുന്നത്. ഇന്നത്തെ ദീപകിന്റെ ആർക്കും ഒരു വിഷാദാത്മകമായി നോക്കുന്ന ആ ഒരു മുഖഭാവത്തിൽ നിന്നും മാറി ഒരു വില്ലൻ കഥാപാത്രത്തിലേക്ക് ദീപകിനെ കാണാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ ഈ കേസായി പോയിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദീപക് ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിൽ. ഇന്ന് ദീപകിന് വേണ്ടി ദീപകിന്റെ മാതാപിതാക്കളിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന പോലീസ്, ഇതേ പോലീസ് ദീപകിൽ നിന്ന് മൊഴിയെടുക്കുന്നത് ഈ വിധത്തിലായിരിക്കില്ല. ഇരയെ പീഡിപ്പിച്ച
ആ പീഡന വീരന്റെ മൊഴിയെടുക്കലായിരിക്കും എടുക്കലുണ്ടാകുക. അതുപോലെ ഇപ്പൊ ഈ സമയം ഒരുപക്ഷെ ദീപക് ജയിലിലായി എന്നും വരാം. കാരണം മിനിമം ഒരു 10-14 ദിവസമെങ്കിലും റിമാൻഡിലേക്ക് പോകും, അത് ഉറപ്പാണ്. അങ്ങനെ റിമാൻഡിലേക്ക് പോയി അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇടിയും തൊഴിയും വേറെ, കിട്ടുന്ന അപമാനം വേറെ. ഇതിനെല്ലാം പുറമെ ഒരു പീഡന ഞരമ്പ് രോഗിയായി സമൂഹത്തിൽ അറിയപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ അറിയപ്പെട്ട് സ്വന്തം കുടുംബത്തിലും മറ്റുള്ളവരുടെ കുടുംബത്തിലും നാട്ടിലും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ അറിയപ്പെട്ട് കഴിയുമ്പോൾ ആ പാവം വിചാരിക്കും, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ആ ജീവിതം അതോടുകൂടി അസ്തമിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയിലേക്ക് കൊണ്ട് ഞാൻ എത്തിക്കാതെ അയാളുടെ മാർഗം നിശ്ചയിച്ചു. ഞാൻ ഇനി ഈ ലോകത്ത് വേണ്ട, കാരണം ഇതിനേക്കാൾ വലിയ ദുരന്തം, ഈ മരണത്തേക്കാൾ വലിയ ദുരന്തമാണ് ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെ ജീവിച്ചിരുന്നാൽ. അതുകൊണ്ട് ഞാൻ അങ്ങ് പോയേക്കാം എന്ന് അയാൾ കരുതി. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ കരുതിയത്? ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ നീതിവ്യവസ്ഥയുടെ ഇരട്ടത്താപ്പാണ്. പുരുഷനും സ്ത്രീയും തുല്യരാണ്, തുല്യനീതിയാണ് എന്നൊക്കെ പറയും. പക്ഷേ കേസ് വരുമ്പോൾ, പരാതി വരുമ്പോൾ തുല്യനീതിയൊന്നുമില്ല. സ്ത്രീക്ക് ആ സ്ത്രീയുടെ പ്രിവിലേജ് കൊടുത്തുകൊണ്ട് അയാളുടെ മുഖം പ്രതിയാണെങ്കിലും വാദിയാണെങ്കിലും മറയ്ക്കപ്പെടുമ്പോൾ ഈ പാവം അയാൾ വാദിയായാലും പ്രതിയായാലും അയാളുടെ മുഖം തിളങ്ങി തന്നെ നിൽക്കും. അത് മാത്രമല്ല, പ്രതിയാകുമ്പോൾ മാധ്യമ വിചാരണ നടത്തി അയാളെ പൂട്ടാൻ എല്ലാവരും കൂടെ നിൽക്കുകയും ചെയ്യും. എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ദീപക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയാണ് മറ്റു ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരുന്നത്. നമുക്കറിയാലോ, കുറെ മാസങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് നടന്നിട്ടുള്ള ഒരു കർമ്മം, സ്വന്തം ഭാര്യയുടെ വഴിവിട്ട ബന്ധങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അത് ഭർത്താവിന് തന്നെ പണിയാകും, ഭാര്യ കൊടുത്ത കേസിൽ ഭർത്താവ് അകത്താകും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ കാറിലിട്ട് ചുട്ടുകൊന്ന കഥ നമുക്കറിയാം. അത്തരത്തിലൊരു കൊലപാതകം, ക്രൂര കൊലപാതകം നടത്തിയ ഒരു കൊലപാതകയായിട്ട് അയാൾ ഇന്ന് ഈ സമൂഹത്തിന് മുന്നിലുണ്ട്. പക്ഷെ അപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ അയാളുടെ മുന്നിലുണ്ട്. അയാൾക്ക് എപ്പോഴും ഒരു സന്തോഷമായിരിക്കും അത്. കാരണം തനിക്ക് ഒരു പീഡന വീരനായി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ലല്ലോ, ഒരു പീഡന വീരനായി അല്ലെങ്കിൽ ആ വിധത്തിൽ പെരുമാറിയ ഒരുത്തനായി സമൂഹ മധ്യത്തിൽ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. അത്തരത്തിൽ അവശത അനുഭവിച്ച, ദുഃഖം അനുഭവിച്ച, പീഡനം അനുഭവിച്ച ഒരുത്തിന്റെ രോദനമായി ഒരുത്തിയെ തീർത്തതിന്റെ ഒരു പക, ആ പക തീർത്ത ഒരു വീരപുരുഷനായിട്ടാണല്ലോ താനകത്ത് കിടക്കുന്നത് എന്ന് ഞാനീ പറയുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ, നമ്മളല്ല ആരായാലും അത്തരത്തിൽ കടന്നു പോകേണ്ടി വന്നാൽ അത്തരത്തിൽ ചിന്തിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ചിന്തിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം അത് പാപമാണ്, ചെയ്യാൻ പാടില്ല. മറ്റു ജീവനുകളെ ഹനിക്കാൻ നമുക്ക് അവകാശമില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവൻ സ്വയം അവസാനിപ്പിക്കാനും നമുക്ക് അവകാശമില്ല നമ്മൾ മനസ്സിലാക്കണം. എന്തിനേയും സധൈര്യം നേരിട്ടുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ, നമ്മുടെ ബന്ധുക്കളുടെ അനുകൂലമായ സാഹചര്യങ്ങളെ എടുത്തു വെച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത് നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ കൂടി സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മീഡിയയിലൂടെയും പറയണം. അവിടെ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനു മുമ്പ് സിനിമാ മേഖലയിൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അയാൾ ഇവിടെ നിന്ന് നേരെ വണ്ടി കയറി വിദേശത്ത് പോയിരുന്നിട്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇന്ന ആളാണ് എന്നെ ഇന്നതുപോലെ ചെയ്തത്, ഞാനാണ് ഇവിടെ എന്ന് അടുത്ത് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന്റെ പേരിൽ കേസും വഴക്കും പല കാര്യങ്ങളും വന്നു എന്നുണ്ടെങ്കിലും അത് പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളാണ് ഇര എന്ന് നമുക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ പച്ചയ്ക്ക് തുറന്നു പറയാനുള്ള ഒരു സൗകര്യം ഇന്നുണ്ട്. ആ സൗകര്യത്തെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഇര ഏത് പൊന്നു തമ്പുരാട്ടിയാണെന്നുണ്ടെങ്കിലും ആ കാര്യം വിളിച്ചു പറഞ്ഞതിന് ശേഷം ഇനി അതിന്റെ പേരിൽ ഒരു നിയമ നടപടി നേരിടേണ്ടി വന്നാൽ കേവലം ഒരു 6 മാസത്തെ ശിക്ഷയെ വരുള്ളൂ. ജാമ്യം കിട്ടി പുറത്തു പോരാവുന്ന കേസാണ്. ഇരയുടെ പേരൊക്കെ വെളിപ്പെടുത്തിയാലും പേടിക്കാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ, ഇതേ മീഡിയകളിലൂടെ തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് പറ്റുമെങ്കിൽ ആ ആളുടെ തിരുമുഖം കൂടി ഒന്ന് പ്രദർശിപ്പിച്ച ശേഷം പോലീസിന് കീഴടങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ആത്മാഭിമാനമുണ്ടല്ലോ, അതൊരളവ് വരെ തിരിച്ചു പിടിക്കാനും നിങ്ങൾക്ക് പിന്നിലും കുറെ ആൾക്കാരുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അവരുടെ പിന്തുണ ലഭിക്കും. ആ സ്ഥാനത്ത് പെട്ടെന്ന് ചെന്ന് കയറെടുത്തു കഴിഞ്ഞാൽ അതൊരു പരിഹാരമല്ല. ആരുടെയും ജീവൻ നശിപ്പിക്കുന്നതും ഒരു പരിഹാരമല്ല. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ കൊണ്ട് നമുക്കും ചില ഉപയോഗങ്ങളുണ്ട്. അത് ഇരയ്ക്ക് മാത്രമല്ല, വേട്ടക്കാരനും ചില ഉപയോഗമുണ്ട്. അല്ലെങ്കിൽ വേട്ടക്കാരൻ എന്ന് മുദ്ര കുത്തുന്ന അവർക്കും ചില ഉപയോഗങ്ങളുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. Different angles. Don't forget to subscribe and support this channel.